ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കിഴങ്ങ് പൊരിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മധുരക്കിഴങ്ങ് തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഉപ്പിട്ട് എടുക്കുന്നുണ്ട്. ഇനി മധുരക്കിഴങ്ങ് ജസ്റ്റ് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെക്കാണ്. ചെറിയൊരു വേവ് മാത്രം മതി. ഇത് നമ്മൾ മധുരക്കിഴങ്ങ് പൊരിയാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് തിളക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ഇനി കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇനി അത് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം നമുക്ക്. ഇനി പൊരിക്കാനുള്ള മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു കയ്യിലാണ് അളന്നെടുക്കുന്നത്. ഇനി കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി വെള്ളം ഒഴിച്ചതിന് ശേഷം കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഇളക്കിയെടുക്കുക. ഇനി 1 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി മുട്ടേൻ്റെ വെള്ളയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡറോ ഇടുകയും ചെയ്യുക. അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് നല്ല കിടിലം കിഴങ്ങുപൊരി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം എണ്ണ അടുപ്പത്തേക്ക് ചൂടാക്കാൻ വെച്ചതിന് ശേഷം മാവിൽ കിഴങ്ങ് മുക്കി നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായാൽ മാത്രം നമ്മളിത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനി സ്റ്റീം കുറച്ച് വെച്ചിട്ടാണ് വേവിക്കാൻ. ഓൾറെഡി കിഴങ്ങ് വേവിച്ചുകൊണ്ട് അധിക സമയം വേവിക്കേണ്ടി വരില്ല. അപ്പോൾ നമ്മളിത് പാത്രത്തിലേക്ക് മാറ്റാനുള്ള ഒന്നാമത്തെ ട്രിപ്പ് ആയിട്ടുണ്ട്. അങ്ങനെ ഓരോന്ന് നമുക്ക് കിഴങ്ങ് മുക്കി പൊരിച്ചെടുക്കാം. കിഡിലും ടേസ്റ്റാണ്. ചായൻ്റെ കൂടെയൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന അടിപൊളി 4 മണി പരിഹാരമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉള്ളിൽ ഇതേപോലെയാണ് വന്നിട്ടുള്ളത്. ഞാൻ ഇത്രയും തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചായൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഓക്കെ, ബൈ ഫ്രണ്ട്സ്.